ഹലോ, അപ്പം എന്താണ് എല്ലാവരെയും വിശേഷം? സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഗൈസ്. അപ്പം ഞങ്ങൾ രണ്ടാളും കൂടി ഒരു സ്ഥലം വരെ പോവാണ് കേട്ടോ. നമ്മൾ മാത്രമല്ല, വീട്ടിലെല്ലാവരും കൂടി പോവാണ് കേട്ടോ. എവിടെ പോകണം നമ്മൾ? എവിടെയാണ്? നീ എവിടെ പോണേ? അതെ. അപ്പോൾ ഗൈസ് ഇവരെ പറ്റിച്ചിട്ടാണ് കൊണ്ടുപോകുന്നത്. അമ്പൂസിനെ അതെ കേട്ടോ കല്യാണത്തിന് പോകാനാണ് പറയുന്നത്. പക്ഷേ എൻ്റെ മുഖത്തെ സന്തോഷം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഞങ്ങൾ എപ്പിനെ കൊണ്ടുവരാൻ വേണ്ടി എയർപോർട്ടിലോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ വാപ്പയും ഉമ്മയും എല്ലാവരും ഉണ്ട്. അപ്പോൾ ഞങ്ങളിതേ അങ്ങനെ ഇറങ്ങുകയാണ്. 7 മണിക്ക് ഇറങ്ങണം എന്നാണ് പറഞ്ഞത്. പക്ഷേ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ 8 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം സ്പീഡിൽ പോയാലാണ് നമ്മൾ കറക്റ്റ് ടൈമിന് എത്തുള്ളൂ. അതിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് വഴി തെറ്റി. പിന്നെന്താ ഡൊമസ്റ്റിക് ഇതിലേക്ക് കയറി. ഇൻ്റർനാഷണലിലേക്ക് പോകേണ്ടതിന് പകരം ഡൊമസ്റ്റിക്കിൽ കയറി. എപ്പോഴും കൊണ്ടാണോ സന്തോഷം കൊണ്ടാണോ എന്താണെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഞങ്ങളിതേ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ അവിടെ എത്തിയതിനുള്ള വിശേഷം എന്താ പറയുക, ഞങ്ങളെത്തിയതും എപ്പി കറക്റ്റ് ടൈമിന് എത്തി. ഞാൻ എത്തിയ 5 മിനിറ്റ്സ് ആകുമ്പോഴത്തേനും എപ്പി കറക്റ്റ് നടന്നു വരുന്നത് കണ്ടിട്ട് അപ്പോൾ ഉണ്ടായൊരു സന്തോഷം എനിക്ക് ഭയങ്കര പറയാനായിട്ട്. അങ്ങനെ അമ്പൂസ് എപ്പോഴും കല്യാണത്തിന് പോവാണ്, എയർപോർട്ടിലാണ് കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ അത് വിശ്വസിച്ചേക്കാൻ കേട്ടോ പാവം. അപ്പോൾ എന്താ പറയുക, കല്യാണ ചെക്കനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണെന്ന് പറഞ്ഞതും വിശ്വസിച്ചിട്ടുണ്ട്. അങ്ങനെ അവൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് അവളെടുത്ത് പറഞ്ഞു കേട്ടോ എപ്പിയാണ് തന്നെയെന്നുള്ളത്. പക്ഷെ ഞാൻ വിചാരിച്ച ആ ഒരു എക്സൈറ്റ്മെൻറ്റും സംഭവമൊന്നും കുട്ടിക്ക് ഉണ്ടായില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു അവളെ മനസ്സിൽ എന്തൊക്കെയുണ്ട്, പക്ഷെ അവൾക്ക് അത്ര എക്സ്പ്രഷനെ വന്നുള്ളൂ. അവളെടുത്ത് ഓടിച്ചെല്ലാൻ പറഞ്ഞിട്ട് ഇക്കൊക്കെ വേണമെന്നും പറഞ്ഞിട്ട് അവനെയും വിളിച്ചിട്ടൊക്കെയാണ് ഓടിച്ചെന്നത്. കുട്ടിക്ക് ഭയങ്കര ആകാംക്ഷയും കാര്യങ്ങളുണ്ടായി. പക്ഷേ ഞാനിങ്ങനെ റീൽസിൽ കാണുന്ന പോലെ അവളിങ്ങനെ ഓടുന്നു ചാടുന്നു എന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷെ അവനുണ്ടായാലേ പോവുള്ളൂ എന്നും പറഞ്ഞിട്ടാണ് നിന്നിരുന്നത്. അങ്ങനെ പോയി കെട്ടിയൊക്കെ പിടിച്ച് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾ സെറ്റായി. അവൾക്ക് എല്ലാ പ്രാവശ്യവും അതേട്ടാ നമ്മൾ എയർപോർട്ടിൽ ചെന്ന് നിൽക്കുമ്പോൾ ഇങ്ങനെ ഓടി ചെന്ന് കെട്ടിപ്പിടിക്കാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് അതൊക്കെ നാടുള്ള കാര്യം. അങ്ങനെ പുറത്തേക്ക് വന്നപ്പോൾ ആൾ സെറ്റായി. അങ്ങനെ എല്ലാവരുടെ അടുത്തും കണ്ട് എപ്പി നല്ല ക്ഷീണമെന്ന് പറഞ്ഞു എല്ലാവരും. എനിക്കും തോന്നി നല്ല ക്ഷീണമാണെന്ന്. പിന്നെ ഞാൻ ഓൾറെഡി ക്ഷീണിച്ചിരിക്കുന്ന കാരണം എനിക്ക് മാച്ചായിട്ട് തോന്നി. അങ്ങനെ ഞങ്ങൾ കാലത്ത് നാസ്തൊക്കെ കഴിച്ച് നേരെ വീട്ടിലോട്ട് എത്തിയിട്ടോ. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ വഴിയെ വീഡിയോസിൽ കാണാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ പാക്കലാ, ബൈ.